Good morning friends, welcome to Chakrabani classes 2.0. നമുക്ക് സാറ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ഒരു ടെസ്റ്റ് പേപ്പർ ആണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ടെസ്റ്റ് പേപ്പർ എത്തുന്നത് രണ്ട് പാർട്ടായിട്ടായിരിക്കും. അതായത് 50 ക്വസ്റ്റ്യൻ എന്ന രീതിയിലുള്ള രണ്ട് പാർട്ടായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എത്തുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസും വായിക്കും, നിങ്ങൾ ആൻസർ എഴുതുക. അപ്പോൾ നേരെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു പേപ്പറും പേനയൊക്കെ എടുക്കുക, അതിൽ ഓരോ ക്വസ്റ്റ്യനും നമ്പർ ഇടുക. അത് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കി എടുക്കുക, അതിനുശേഷം മാത്രം ഓപ്ഷൻസ് കറക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എന്നിട്ട് അവസാനം ആകെ എത്ര മാർക്കാണ്, അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് എത്രയുണ്ട്, അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അവസാനം നിങ്ങളുടെ കമൻറ്റിൽ നിങ്ങളുടെ മാർക്കൊന്ന് മെൻഷൻ ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര്? ഒരിക്കൽ കൂടി, 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര്? നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ കെ കസ്തൂരിരംഗൻ, ഓപ്ഷൻ ബി എ രാമമൂർത്തി, ഓപ്ഷൻ സി വാസുദേവ കമ്മത്ത്, ഓപ്ഷൻ ഡി കെ എം ത്രിപാഠി. 4 ഓപ്ഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ കറക്റ്റ് ചെയ്യുക. ഓക്കെ, ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, കെ കസ്തൂരിരംഗൻ. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഒരിക്കൽ കൂടി, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നതാണ്. ഏതുമായിട്ട് ബന്ധപ്പെട്ട്? വിദ്യാഭ്യാസ അവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി നിങ്ങൾക്ക് പ്രസ്താവനകളാണ്, ഇവിടെ 4 പ്രസ്താവനകളാണുള്ളത്. ആ 4 പ്രസ്താവനകൾ വായിക്കാം. അതിൽ ഏതാണ് ശരി എന്നത് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് ഒന്നാമത്തെ പ്രസ്താവന. ഓക്കെ, രണ്ടാമത്തെ പ്രസ്താവന, എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഒരിക്കൽ കൂടി, എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ കടമയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രസ്താവന. അടുത്ത മൂന്നാമത്തത്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. നാലാമത്തെ പ്രസ്താവന, വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. 4 സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് തരാം. ഒന്നാമത്തെ ഓപ്ഷൻ ശ്രദ്ധിച്ച് കേൾക്കുക, സ്റ്റേറ്റ്മെന്റ് ആണ്, ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. ഒന്നാമത്തെ ഓപ്ഷൻ ആണ് 1ഉം 4ഉം. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1ഉം 4ഉം, ഓപ്ഷൻ ബി 1ഉം 2ഉം 3ഉം. ഓപ്ഷൻ ബി ഏതാ? 1ഉം 2ഉം 3ഉം. ഓപ്ഷൻ സി 4ഉം 4 മാത്രം എന്നാണ്, 4. അടുത്ത ഓപ്ഷൻ ഡി എന്താ? 1ഉം 2ഉം. ഇതിലേതെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഓപ്ഷൻസ് ചെയ്യാം. നിങ്ങൾ ആൻസർ എഴുതിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇവിടെ നമുക്ക് ശരി ഉത്തരം നോക്കാം. ഓരോ ഓപ്ഷൻസും നമുക്ക് കറക്റ്റ് ചെയ്യാം. നോക്കാം, ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുന്നു. ശരിയായ പ്രസ്താവനയാണ്. അതിൽ 21A തന്നെയാണ് അനുച്ഛേദം. 86ാം അമെൻമെന്റ് 2002 ഇതെന്ത് ചെയ്യുന്നത്? കൂട്ടിച്ചേർക്കുന്നത് ഭരണഘടനയിൽ. ശരി. അടുത്തത്, എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ശരിയായ പ്രസ്താവനയാണ്. അടുത്തത്, മൂന്നാമത്തെ ചോദ്യം, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതമാക്കി. അതിന്റെ 86ാമത്തെ ഭരണഘടനാ ഭേദഗതി 2002. അതും ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു എന്നാണ് സ്റ്റേറ്റ്മെന്റ്. തെറ്റാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 പ്രീവിയസ് ചോദിച്ച ചോദ്യമാണ്. 2010 ഏപ്രിൽ 1 നിലവിൽ വന്നത്.
അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ പ്രകാരം ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3 ശരി. 1, 2, 3. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്തിലാണെന്നാണ്. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്തിലാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ശരി ഉത്തരം ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് ആണ് ശരിയായ ഉത്തരം. 4ാമത്തെ ചോദ്യം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ നീലകണ്ഠ അയ്യർ, ഓപ്ഷൻ ബി പട്ടം താണുപിള്ള, ഓപ്ഷൻ സി ഇക്കണ്ട വാര്യർ, ഓപ്ഷൻ ഡി സി കേശവൻ. അപ്പം നീലകണ്ഠ അയ്യർ, പട്ടം താണുപിള്ള, ഇക്കണ്ട വാര്യർ, സി കേശവൻ. ഈ 4 ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് കൊച്ചി പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റിനെയാണ്. ഇവിടെ ശരി ഉത്തരം ഏതാ? ഓപ്ഷൻ ബി പട്ടം താണുപിള്ള. 5ാമത്തെ ചോദ്യം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് PT ഉഷ, ഓപ്ഷൻ ബി അഞ്ജു ബോബി ജോർജ്, ഓപ്ഷൻ സി ഷൈനി വിൽസൺ, ഓപ്ഷൻ ഡി KM ബീനാമോൾ. ഓപ്ഷൻ ഒരിക്കൽ കൂടി. PT ഉഷ, അഞ്ജു ബോബി ജോർജ്, ഷൈനി വിൽസൺ, അതുപോലെ ഓപ്ഷൻ ഡി എന്താ? KM ബീനാമോൾ. ശരി ഉത്തരം നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. അഞ്ജു ബോബി ജോർജ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 6ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ബി ക്യാപ്റ്റൻ ലക്ഷ്മി, ഓപ്ഷൻ സി റാഷ് ബിഹാരി ബോസ്, ഓപ്ഷൻ ഡി മോഹൻ സിംഗ്. സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി, റാഷ് ബിഹാരി ബോസ്, മോഹൻ സിംഗ്. ഇതിലേതാണ് INA അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി റാഷ് ബിഹാരി ബോസ് ആണ്. ഓപ്ഷൻ സി റാഷ് ബിഹാരി ബോസ് ആണ് ശരി ഉത്തരം. 7ാമത്തെ ചോദ്യം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും അതുപോലെ തന്നെ നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ആരെന്നാണ് ചോദ്യം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ്. ശരി ഉത്തരം പറയുന്നതിന് മുമ്പ് ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ സി ശങ്കരൻ നായർ, ഓപ്ഷൻ എ സി ശങ്കരൻ നായർ, ഓപ്ഷൻ ബി GP പിള്ള, ഓപ്ഷൻ സി VP മേനോൻ ആൻഡ് ഓപ്ഷൻ ഡി VK കൃഷ്ണമേനോൻ. ഇതിൽ ഈ പറയുന്ന ചോദ്യം എന്തായിരുന്നു? നമ്മുടെ നാട്ടുരാജ്യ സംയോജനത്തിന്റെ ഭാഗമായിട്ട് നെഹ്റുവിനും അതുപോലെ തന്നെ പട്ടേലിനും ഒപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, VP മേനോൻ. ശരി. അടുത്ത 8ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഏതെന്നാണ്? ഓപ്ഷൻസ് എ ടൈഫോയിഡ്, ബി എംഫിസീമ, സി മലേറിയ, ഡി ന്യൂമോണിയ. എ ടൈഫോയിഡ്, ബി എംഫിസീമ, സി മലേറിയ, ഡി ന്യൂമോണിയ. ഇതിൽ ശരി ഉത്തരം ഓപ്ഷൻ ബി എംഫിസീമ. 9ാമത്തെ ചോദ്യം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതെന്നാണ് ചോദ്യം. കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം. ഓപ്ഷൻ എ ചിപ്കോ പ്രസ്ഥാനം, ഓപ്ഷൻ ബി അപ്പിക്കോ പ്രസ്ഥാനം, ഓപ്ഷൻ സി ജംഗിൾ ബച്ചാവോ ആന്തോളൻ, ഓപ്ഷൻ ഡി ബൈഷ്ണോയി പ്രസ്ഥാനം. ഇതിൽ വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ്. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനമാണ് ശരി ഉത്തരം. 10ാമത്തെ ചോദ്യം ഇതാണ്. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി ഉണ്ടാകുന്നു. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് എത്രയാണെന്നാണ് ചോദ്യം. നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ 60 ഡിഗ്രി, ഓപ്ഷൻ ബി 30 ഡിഗ്രി, ഓപ്ഷൻ സി
90 ഡിഗ്രി. ഓപ്ഷൻ ഡി 180 ഡിഗ്രി. 60 ഡിഗ്രി, 30 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി. ശരി ഉത്തരം ഏതാ? ഓപ്ഷൻ ബി 30 ഡിഗ്രിയാണ് ശരി ഉത്തരം. കേരള ആരോഗ്യ, അതായത് 11ാമത്തെ ചോദ്യമാണ് അടുത്തത്. ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ 11 ഇടുക. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം ഏതെന്നാണ് ചോദ്യം. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം ഓപ്ഷൻസ് എ തൃശൂർ, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി കൊച്ചി, ഓപ്ഷൻ ഡി കോഴിക്കോട്. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് തൃശൂർ. 12ാമത്തെ ചോദ്യം, വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതെന്നാണ് ചോദ്യം. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗമാണ് ഓപ്ഷൻസ് എ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഓപ്ഷൻ ബി പൂർവഘട്ടം, ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി, ഓപ്ഷൻ ഡി മാൾവ പീഠഭൂമി. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ഡെക്കാൻ പീഠഭൂമി. 13ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക എന്നതാണ് ചോദ്യം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്നത് 3 എണ്ണമാണ്. ഒന്ന് സൗരോർജം, പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 1 സൗരോർജം, 2 ജൈവവാതകവും സൗരോർജവും, 3 കാറ്റിൽ നിന്നുമുള്ള ഊർജം. കാറ്റിൽ നിന്നുമുള്ള ഊർജം. ഇങ്ങനെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് മീൻസ് 3 സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തന്നേക്കുന്നത്. നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഏതൊക്കെയാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് കണ്ടെത്തുക. നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 1ഉം 2ഉം, ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം, ആൻഡ് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. നിങ്ങൾ എന്തായാലും ആൻസർ ചെയ്യാം. ഇതിൽ ശരി ഉത്തരം ഇവയൊന്നുമല്ല എന്നാണ്. കാരണം ഈ തന്നേക്കുന്നത് പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സുകളാണ്. പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? കൽക്കരി, പെട്രോളിയം, ഇങ്ങനെ അതേപോലെ തന്നെ ഡീസൽ, ഇങ്ങനെയുള്ളതാണ് ഏതെന്ന് പറയുന്നത് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതെന്നാണ് ചോദ്യം. 23.5 ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖ ഓപ്ഷൻ എ ആണ്. 23.5 ഡിഗ്രി സൗത്ത് ദക്ഷിണായന രേഖ ഓപ്ഷൻ ബി. 66.5 ഡിഗ്രി നോർത്ത് ആർട്ടിക് വൃത്തമാണ് ഓപ്ഷൻ സി ആയിട്ട് കിടക്കുന്നത്. അതുപോലെ 66.5 ഡിഗ്രി സൗത്ത് അന്റാർട്ടിക് വൃത്തം. ഇതാണ് നിങ്ങൾക്കുള്ള 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഓപ്ഷൻ എ കിടക്കുന്നത് ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത് അല്ലെങ്കിൽ വടക്ക്, ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി സൗത്ത് അല്ലെങ്കിൽ തെക്കാണ് രണ്ടാമത്തെ ഓപ്ഷൻ. 3ാമത്തെ ഓപ്ഷൻ ആർട്ടിക് വൃത്തം 66 ഡിഗ്രി നോർത്ത്. അതുപോലെ തന്നെ 4ാമത്തെ ഓപ്ഷൻ അന്റാർട്ടിക് വൃത്തം 66 ഡിഗ്രി സൗത്ത് ആണ് 4 ഓപ്ഷൻസ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആൻസർ എഴുതുക. അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. അപ്പം 23.5 ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. 15ാമത്തെ ചോദ്യം, പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും അതുപോലെ തന്നെ ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന റിട്ട് അല്ലെങ്കിൽ ഉത്തരവ് ഏതെന്നാണ് ചോദ്യം. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏത് എന്നാണ് ചോദ്യം. ശരി ഉത്തരമായിട്ട് നിങ്ങൾക്ക് തന്നേക്കുന്ന 4 ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്, ഓപ്ഷൻ ബി പ്രൊഹിബിഷൻ, ഓപ്ഷൻ സി സെർഷ്യോററി, ഓപ്ഷൻ ഡി മാൻഡമസ്. ശരി ഉത്തരം ഏതാണ്? ഹേബിയസ് കോർപ്പസ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 16ാമത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്, ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പാർട്ട് അതാണ് കോളം എയും ബിയും ആണ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ കോളം എയും ബിയും ഒന്ന് എഴുതി പോവുക. ഇവിടെ 4 ജോഡികളാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. അതിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുകയാണ് ചോദ്യം. അപ്പം തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക, ജോഡിയല്ല ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതിൽ പാർട്ട് എ അല്ലെങ്കിൽ 1ാമത്തെ കോളത്തിൻ്റെ ആദ്യം വായിക്കാം, അത് നിങ്ങൾ ആദ്യം എഴുതുക. 1ാമത്തെ കോളം അല്ലെങ്കിൽ എ കോളമാണ് ആദ്യം പറയുന്നത്. 1 ബ്രഹ്മസമാജം, 1 ബ്രഹ്മ സമാജം, സ്പീഡിന് എഴുതിക്കൊണ്ടാൽ മതി. 2 ആര്യ സമാജം, 3 പ്രാർത്ഥനാ സമാജം, 4
ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ. നാലാമത്തത് ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ. ഇനി ബി കോളത്തിലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്നതാണ് വായിക്കുന്നത്. ബി കോളമാണ്. ഒന്നാമത്തത് ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതി. രണ്ടാമത്തത് ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗ്. മൂന്നാമത്തത് കേശവ ചന്ദ്രസേൻ. കേശവ ചന്ദ്രസേൻ. അടുത്തത് നാലാമത്തത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാൻ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് തരുന്നില്ല, നിങ്ങൾ ഈ തന്നെ ഒന്ന് മാച്ച് ചെയ്യുക. ഓക്കെ, മാച്ച് ചെയ്ത് പോവുക. ഒന്നാമത്തത് ബ്രഹ്മസമാജമാണ്. ഉത്തരത്തിലേക്ക് കടക്കാം. ബ്രഹ്മസമാജം എന്ന് പറയുന്നത് ആരുടേതാണ്? 1828 രാജാറാം മോഹൻ റോയ് ആണ് ഏത് സ്ഥാപിച്ചത്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. അപ്പം ഒന്നാമത്തത് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ചേരുമ്പടി ചേർക്കേണ്ടത് ബി കോളത്തിലെ 4 ആണ്. ഒന്നാമത്തത് 4. അപ്പോൾ 1ന്റെ ആൻസർ ഇവിടെ ഇപ്പുറത്ത് 4 ആണ്. അടുത്തത് ആര്യസമാജം. രണ്ടാമത്തേതായിട്ട് നിങ്ങൾക്ക് തന്നേക്കുന്നത് ആര്യസമാജമാണ്. ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ്? ബി കോളത്തിലെ ഒന്നാമത്തെ ചോദ്യമാണ്, ഒന്നാമത്തെ ആൻസർ ആണ്. ഏതാ? ദയാനന്ദ സരസ്വതി. അപ്പോൾ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്, ആര്യസമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. ഇനി പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാ? ആത്മാറാം പാണ്ഡുരംഗ്. ബി കോളത്തിലെ രണ്ടാമതായിട്ട് തന്നേക്കുന്നതാണ് ആത്മാറാം പാണ്ഡുരംഗ്. അപ്പം മൂന്നാമത്തെന്ന് പറയുന്നത് എ കോളത്തിലെ 3, ചേർക്കേണ്ടത് ഏതാണ്? ബി കോളത്തിലെ 2. ശരി. ഇനി എ കോളത്തിലെ ലാസ്റ്റ് തന്നേക്കുന്നത് ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ ആണ്. അതാരായിരിക്കും? ഇനി അവശേഷിക്കുന്നത് ആരാ? ബി കോളത്തിലെ കേശവ ചന്ദ്രസേൻ. മൂന്നാമത്തതാണ്. അപ്പം 4നോട് ചേർത്ത് നിങ്ങൾ വരയ്ക്കേണ്ടത് മൂന്നാമത്തതാണ്. ഈ ബി കോളത്തിലെ മൂന്നാമത്തെ കേശവ ചന്ദ്രസേനാണ് ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി സമ്മപ്പ് ചെയ്ത് പറയാം. 1 4 ആണ്, 2 1 ആണ്, 3 ചേരുന്നത് 2നോട്, അതുപോലെ തന്നെ 4 3. ഞാൻ ആ ജോഡികളെ പറഞ്ഞോളൂ. ശരി, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 17ാമത്തെ ചോദ്യം. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ചോദ്യം. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. 4 ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ മംഗളവനം, ഓപ്ഷൻ ബി ആറളം, ഓപ്ഷൻ സി ചിന്നാർ, ഓപ്ഷൻ ഡി കുറിഞ്ചിമല. ഓപ്ഷൻ ഡി എന്താണ്? കുറിഞ്ചിമല. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, മംഗളവനം. 18ാമത്തെ ചോദ്യം. സർക്കാർ ആശുപത്രികളിൽ അടിയന്തര സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏതെന്നാണ് ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി. സർക്കാർ ആശുപത്രികളിൽ അടിയന്തര സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കി മാറ്റാനുള്ള നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏതെന്നാണ് ചോദ്യം. ശരി ഉത്തരം തന്നേക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് പറയാം. ഒന്നാമത്തത് ഓപ്ഷൻ എ ആർദ്രം, ഓപ്ഷൻ ബി കാരുണ്യ, ഓപ്ഷൻ സി താലോലം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പോൾ ഇതിനകത്ത് ശരി ഉത്തരം ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആർദ്രമാണ് ശരി ഉത്തരം. 19ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുവാണ്. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത് എന്നാണ് ചോദ്യം. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ പവിത്ര, ഓപ്ഷൻ ബി പ്രിയങ്ക, ഓപ്ഷൻ സി അർക്ക, ഓപ്ഷൻ ഡി മുക്തി. ശരി ഉത്തരം ഓപ്ഷൻ ബി പ്രിയങ്കയാണ്. 20ാമത്തെ ചോദ്യം. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്ര? കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 1. ശരി ഉത്തരം ഓപ്ഷൻ എ 4. ഇനി 21ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ഓപ്ഷൻസ് എ അലുമിനിയം, ബി സിലിക്ക ഇരുമ്പ്, സി മഗ്നീഷ്യം സിലിക്ക, ഡി അലുമിനിയം സിലിക്ക. ശരി ഉത്തരം അലുമിനിയം സിലിക്ക. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അലുമിനിയം സിലിക്ക. 22ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം.
തന്നിരിക്കുന്ന ഓപ്ഷൻസ്: ഓപ്ഷൻ എ ജനുവരി മുതൽ ഫെബ്രുവരി വരെ, ഓപ്ഷൻ ബി ജൂലൈ മുതൽ ആഗസ്റ്റ് വരെ, ഓപ്ഷൻ സി നവംബർ മുതൽ ഡിസംബർ വരെ, ഓപ്ഷൻ ഡി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ശരി ഉത്തരം ഓപ്ഷൻ ഡി, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. 23ാമത്തെ ചോദ്യം: താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ് എന്നാണ് ചോദ്യം. താഴെ തന്നിരിക്കുന്ന ആൾക്കാരിൽ ബ്രിട്ടീഷ് രാജാവ് ഏതിൽ ഒപ്പുവെച്ചത്, അവകാശ പത്രികയിൽ ഒപ്പുവെച്ച രാജാവ് ഏത്? ഓപ്ഷൻ എ ചാൾസ് ഒന്നാമൻ, ഓപ്ഷൻ ബി ജോർജ് അഞ്ചാമൻ, ഓപ്ഷൻ ഡി എഡ്വേർഡ് ആറാമൻ, ഓപ്ഷൻ ഡി വില്യം മൂന്നാമൻ. അപ്പോൾ തന്നിരിക്കുന്നതിൽ താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു എന്നാണ് ചോദ്യം. ചാൾസ് ഒന്നാമൻ, ജോർജ് അഞ്ചാമൻ, എഡ്വേർഡ് ആറാമൻ, വില്യം മൂന്നാമൻ. ഇതിലേതാ? വില്യംസ് മൂന്നാമനാണ് ശരി ഉത്തരം. 24ാമത്തെ ചോദ്യം: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നത് എന്ന് പറഞ്ഞിട്ട് നാല് ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. ഓപ്ഷൻ ഏതാണ്? ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. ബി ഓപ്ഷൻ ഒരു ചെയർപേഴ്സണും 3 അംഗങ്ങളും. ഓപ്ഷൻ സി ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും. ഓപ്ഷൻ ഡി ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും. ശരി ഉത്തരം ഏതാ? ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 25ാമത്തെ ചോദ്യം: ചുവടെ തന്നിട്ടുള്ളവയിൽ കേരളത്തിന്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കേരളത്തിന്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: പെരിയാർ, കബനി, ഭാരതപ്പുഴ, പമ്പ. ഓപ്ഷൻ എ എന്താ പറയുക? പെരിയാർ. ഓപ്ഷൻ ബി കബനി, ഓപ്ഷൻ സി ഭാരതപ്പുഴ, ഓപ്ഷൻ ഡി പമ്പ. ഇതിലേതാ കിഴക്കോട്ടൊഴുകുന്ന നദി? കബനി. ശരി ഉത്തരം ഓപ്ഷൻ ബി കബനിയാണ്. 26ാമത്തെ ചോദ്യം: വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. ഇതൊരു കൊട്ടേഷനാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആര് എന്നാണ് ചോദ്യം. ഓക്കെ, അല്ലെങ്കിൽ ആരുടെ വാക്കുകൾ? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ഡി പട്ടം താണുപിള്ള. ശരി ഉത്തരം ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. 27ാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ തന്നിരിക്കുന്നത് ഓരോ പ്രസ്താവനയാണ്. ആ പ്രസ്താവനകൾ വായിക്കുവാണ്. അതിൽ നിങ്ങൾ യോജിക്കാത്തത്, അതായത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ നിങ്ങൾ ആ യോജിക്കാത്തത് എന്നതിനെ സ്ട്രൈക്ക് ചെയ്യുക. ഇതിൽ ഓപ്ഷൻ എ രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. ഓപ്ഷൻ എ ആണ് രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു അല്ലെങ്കിൽ കാരണമാകുന്നു. ഓപ്ഷൻ ബി പ്ലാസ്മയിൽ കാണപ്പെടുന്നു. ഓപ്ഷൻ ബി ഏതാണ്? പ്ലാസ്മയിൽ കാണപ്പെടുന്നു. ഓപ്ഷൻ സി മാംസ്യവും ഇരുമ്പും ആഗിരണം അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്നു. ഓപ്ഷൻ സി എന്താണ്? മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു. ഓപ്ഷൻ ഡി ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു എന്നതാണ് 4ാമത്തെ ഓപ്ഷൻ. അപ്പോൾ ഇതിൽ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി പ്ലാസ്മയിൽ കാണപ്പെടുന്നു. അതായത് യോജിക്കാത്തതായിട്ട് നിൽക്കുന്ന ഉത്തരം ഏതാണ്? പ്ലാസ്മയിൽ കാണപ്പെടുന്നു. ഓപ്ഷൻ ബി ആണ്. 28ാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിന്റെ അയിര് ഏത് എന്നാണ് തന്നിരിക്കുന്നതിൽ. ബോക്സൈറ്റ് ഉണ്ട്, ഹെമറ്റൈറ്റ് ഉണ്ട്, കലാമിൻ ഉണ്ട്, കുപ്രൈറ്റ് ഉണ്ട്. ഓപ്ഷൻ എ ബോക്സൈറ്റ്, ഓപ്ഷൻ ബി ഹെമറ്റൈറ്റ്, ഓപ്ഷൻ സി കലാമിൻ, ഓപ്ഷൻ ഡി കുപ്രൈറ്റ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിന്റെ അയിര് ഏതാണ്? ഓപ്ഷൻ ബി ഹെമറ്റൈറ്റ് ആണ് ശരി ഉത്തരം. 29ാമത്തെ ചോദ്യം: മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം. മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം. ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ പ്രതല ബലം, ഓപ്ഷൻ ബി വിസ്കസ് ബലം, ഓപ്ഷൻ സി കർഷണ ബലം, ഓപ്ഷൻ ഡി ഭൂഗുരുത്ത ബലം. അപ്പോൾ മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായിട്ടുള്ള ബലം ഏതാ? ഓപ്ഷൻ എ തന്നെയാണ് പ്രതല ബലം. 30ാമത്തെ ചോദ്യം: ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എപ്പോഴാണ്? ഓപ്ഷൻ എ 0 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 100 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ഡി -4 ഡിഗ്രി സെൽഷ്യസ്. ശരി ഉത്തരം ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ്. 31ാമത്തെ ചോദ്യം: ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു?
ഹിമാലയ പർവ്വതത്തിന്റെ തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ഹിമാദ്രി, ഓപ്ഷൻ ബി ഹിമാചൽ, ഓപ്ഷൻ സി സിവാലിക്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരി ഉത്തരം ഓപ്ഷൻ സി സിവാലിക്. 32ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി കൊൽക്കത്ത, ആൻഡ് ഓപ്ഷൻ ഡി ചെന്നൈ. ചോദ്യം, ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിൽ എവിടെ? ശരി ഉത്തരം മുംബൈ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതെന്നാണ് 23ാമത്തെ ചോദ്യം. ഏറ്റവും വലിയ ജലസേചന കനാൽ ഓപ്ഷൻസ് എ യമുന കനാൽ, ഓപ്ഷൻ ഏതാണ് യമുന കനാൽ, ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി കനാൽ, ഓപ്ഷൻ സി സിർഹന്ദ് കനാൽ, ഓപ്ഷൻ ഡി അപ്പർ ബാരിഡോബ് കനാൽ. യമുന കനാൽ, ഇന്ദിരാഗാന്ധി കനാൽ, സിർഹന്ദ് കനാൽ, അപ്പർ ബാരിഡോബ് കനാൽ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇന്ദിരാഗാന്ധി കനാലാണ് ശരി ഉത്തരം. 34ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ സി CV ബോസ്, ഓപ്ഷൻ ഡി നെഹ്റു. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് രാജേന്ദ്ര പ്രസാദ്. 35ാമത്തെ ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആര്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആര്? ഇവിടെ തന്നിരിക്കുന്നതിൽ എന്താണ് ഓപ്ഷൻസ്? തന്നിരിക്കുന്നതിൽ ഓപ്ഷൻസ് ഇതൊക്കെയാണ്: എ ഷൗക്കത്ത് അലി, ബി മൗലാന അബുൽ കലാം ആസാദ്, സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ഡി മുഹമ്മദ് അലി ജിന്ന. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. 36ാമത്തെ ചോദ്യം, യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത്? യക്ഷഗാനം എന്ന് കേൾക്കുമ്പോഴേ പലരുടെയും മനസ്സിൽ ആ ആൻസർ വന്നിട്ടുണ്ടാകാം. സാരല്ല, ഓപ്ഷൻസ് എന്തായാലും തരാം. ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി കാസർഗോഡ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി കാസർഗോഡ്. 37ാമത്തെ ചോദ്യം, പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? ഓപ്ഷൻ എ തീരപ്രദേശം, ഓപ്ഷൻ ബി പുൽമേട്, ഓപ്ഷൻ സി വരണ്ട പ്രദേശം, ഓപ്ഷൻ ഡി മലയോരങ്ങൾ. ശരി ഉത്തരം ഓപ്ഷൻ എ തീരപ്രദേശം. നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. 38ാമത്തെ ചോദ്യം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ? രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ? ഓപ്ഷൻ എ മെലാറ്റോണിൻ, ഓപ്ഷൻ ബി ഇൻസുലിൻ, ഓപ്ഷൻ സി ഗ്ലൂക്കോൺ, ഓപ്ഷൻ ഡി അഡ്രിനാലിൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി ഇൻസുലിൻ. 39ാമത്തെ ചോദ്യം, വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെ വിഭാഗത്തിൽപ്പെടുന്നു? ഒരിക്കൽ കൂടി 39ാമത്തെ ചോദ്യമാണ്, വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ എ പരാത സസ്യങ്ങൾ, ഓപ്ഷൻ ബി എപ്പിഫൈറ്റുകൾ, ഓപ്ഷൻ സി ശവോപജീവികൾ, ഓപ്ഷൻ ഡി ആരോഹികൾ. ഇതിൽ ശരി ഉത്തരം ഏതാ? ഓപ്ഷൻ ബി എപ്പിഫൈറ്റുകളാണ് ശരി ഉത്തരം. 40ാമത്തെ ചോദ്യമാണ് ഇനി എടുത്തത്. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ എടുക്കുമ്പോൾ ജലത്തിന്റെ തിളനില എത്ര? ഓപ്ഷൻസ് എ 212 ഡിഗ്രി ഫാരൻഹീറ്റ്, ഓപ്ഷൻ ബി 202 ഡിഗ്രി ഫാരൻഹീറ്റ്, ഓപ്ഷൻ സി 180 ഫാരൻഹീറ്റ്, ഓപ്ഷൻ ഡി 222 ഫാരൻഹീറ്റ്. ഇപ്പോൾ ഫാരൻഹീറ്റ് ഒരിക്കൽ കൂടി വായിക്കാം. എ തന്നിരിക്കുന്നത് 212 ഫാരൻഹീറ്റ് ആണ്, ബി 202 ഫാരൻഹീറ്റ് ആണ്, സി 180 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, അതുപോലെ തന്നെ സി 222 ഡിഗ്രി ഫാരൻഹീറ്റ്. ശരി ഉത്തരം ഏതാ? കിട്ടിയോ? ശരി ഉത്തരം ഓപ്ഷൻ എ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 41ാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നേക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ച് നോക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് കേരള സഹായ ഹസ്തം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് കേരള സഹായ ഹസ്തം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാണ്? കറക്റ്റ് അല്ലെങ്കിൽ ആൻസർ ചെയ്താൽ മതി. ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക. രണ്ടാമത്തത്, ജോലിയിൽ നിന്ന് ഇടവേള എടുത്ത വനിതകളെ തൊഴിൽ മേഖലയിലേക്ക് തിരികെ എത്തിക്കുക.
3. സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള ധനസഹായം. 4. ടൂറിസം മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് യാതൊരു ഈടും ഇല്ലാതെ 10,000 രൂപ വായ്പ നൽകുക. ഇതിൽ ഏതാണ് കേരള സഹായ ഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും. അതായത് സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക അവരുടെ ധർമ്മമാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള ധനസഹായവും ഈ പദ്ധതി വഴി കിട്ടുന്നുണ്ട്. അടുത്തത് 42ാമത്തെ ചോദ്യം. ഉപദ്വീപീയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതെന്നാണ് ചോദ്യം. അതായത് ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതെന്നാണ് 42ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ. ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ. ഓപ്ഷൻ ബി ഇലപൊഴിയും കാടുകൾ. ഓപ്ഷൻ സി മുൾച്ചെടികളും കുറ്റിക്കാടുകളും. ഓപ്ഷൻ ഡി കണ്ടൽ കാടുകൾ. ഓപ്ഷൻ ഡി ഏതാണ്? കണ്ടൽ കാടുകൾ. ശരി ഉത്തരം ഏതാ? ഓപ്ഷൻ ബി ആണ്, ഇലപൊഴിയും കാടുകളാണ് ശരി ഉത്തരം. 43ാമത്തെ ചോദ്യം. താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് ഏത് വിളയാണെന്ന് കണ്ടെത്തുക. നമുക്ക് ഒരു 3 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ട് സൂചനകൾ. അത് വായിച്ചിട്ട് ഏത് വിളയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് എഴുതുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഏതെന്ന് കണ്ടെത്തുക. അടുത്തത് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് റാബി വിളയാണ്. ഈ വിള എന്ന് പറയുന്നത് എന്താണ്? ഒരു റാബി വിളയാണ് എന്നാണ് പറയുന്നത് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ 26 ഡിഗ്രി സെൽഷ്യസ് വരെ അതിൻ്റെ താപവും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ് ഈ സസ്യത്തിന് അല്ലെങ്കിൽ ഈ ഭക്ഷ്യവിളയ്ക്ക്. ഏതാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. എ ഗോതമ്പ്, ബി നെല്ല്, സി ബാർലി, ഡി ചോളം. അപ്പോൾ നമുക്ക് ഗോതമ്പ്, നെല്ല്, ബാർലി, ചോളം. ഇതിൽ ശരി ഉത്തരം ഏതാ? ഓപ്ഷൻ എ ഗോതമ്പാണ്. അടുത്തത് താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ എ റിപ്പബ്ലിക്, ഓപ്ഷൻ ബി ജനാധിപത്യം, ഓപ്ഷൻ സി പരമാധികാരം, ഓപ്ഷൻ ഡി സോഷ്യലിസം. ശരി ഉത്തരം ഏതാ? സോഷ്യലിസം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 45ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യ ഗവൺമെന്റ് റുപ്പി എന്ന് പറയുന്ന രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ 2010 ജൂലൈ 15, ഓപ്ഷൻ ബി 2012 ജൂലൈ 15, ഓപ്ഷൻ സി 2010 ജൂൺ 10, ഓപ്ഷൻ ഡി 2012 ജൂൺ 10. ശരി ഉത്തരം ഏതാ? ഓപ്ഷൻ എ ആണ് 2010 ജൂലൈ 15. 46ാമത്തെ ചോദ്യം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി കണ്ടെത്തുക. 19 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയാണ്. 3 പ്രസ്താവനയാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടതാണിത്. അപ്പോൾ വ്യക്തമായിട്ട് കേൾക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടതാണിത്. 2ാമത്തെ പ്രസ്താവന കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ സൈമൺ കമ്മീഷനെ നിയമിച്ചു എന്നാണ്. ഓക്കെ, കൂട്ടക്കൊലയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ സൈമൺ കമ്മീഷനെ നിയമിച്ചു എന്നത് 2ാമത്തെ പ്രസ്താവന. 3 കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാനം ഉപേക്ഷിച്ചു. അപ്പോൾ കൈസറി ഹിന്ദ് ഉപേക്ഷിച്ചത് ആരാ? ഗാന്ധിജി. നമുക്കറിയാം. ഇതിൽ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ടാഗോർ സ്ഥാനം ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ ജോഡികൾ എന്ന് പറയാം, അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് നിങ്ങൾ എഴുതിയിരുന്നാൽ മതി. എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഓരോ പ്രസ്താവന പറയുമ്പോഴേ എ ബി സി എന്നൊക്കെ ഇട്ടിട്ട് ഓരോ പ്രസ്താവന ശരിയാണെങ്കിൽ ടിക്ക് കൊടുക്കുക, തെറ്റാണെങ്കിൽ ഇൻറ്റു കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. വെറുതെ സമയം നിങ്ങൾ വേസ്റ്റ് ആക്കണ്ട. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതിയെന്ന് വിചാരിക്കുന്നു. ശരി ഉത്തരം ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ ശരി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ റൗലറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശരി. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാനം ഉപേക്ഷിച്ചു എന്നത് ശരിയായ പ്രസ്താവനയാണ്. 47ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന സാമൂഹ്യ മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും അങ്ങനെ രീതിയിൽ 2 ഗ്രൂപ്പുകൾ തന്നേക്കുവാണ്. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ സാമൂഹ്യ മത പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ,
രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ എഴുതേണ്ടത് അവരുടെ സ്ഥാപകരാണ്. ഓക്കെ, അങ്ങനെ 2 കോളായിട്ട് തന്നേക്കുവാണ്, എ പാർട്ടും ബി പാർട്ടും. ഇതിൽ ജോഡിയായിട്ടാണ് തന്നേക്കുന്നത്. അതിൽ തെറ്റായ ജോഡി ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടെത്തിയാൽ മതിയാവും. അതിൽ ഒന്നാമത്തെ ജോഡി സേവാസമിതി. സേവാസമിതി NM ജോഷി എന്നാണ്, NM ജോഷി എന്നാണ് തന്നേക്കുന്നത്. രണ്ടാമത്തെ ജോഡി സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. മൂന്നാമത്തെ തന്നേക്കുന്നത് ആര്യ സമാജമാണ്, സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജമാണ് ഏതെന്ന് പറയുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയുടേത്. ഇതിൽ ഏതായ ശരിയായ ജോഡികൾ മാത്രം ഒന്ന് പറയൂ. തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരിയായ ജോഡി? സേവാസമിതി NM ജോഷി എന്ന് പറയുന്നു. ശരിയാണോ? തെറ്റാണ്. സേവാസമിതി രൂപീകരിച്ച ആര്? HN കുൻസ്രു ആണ്. ഫസലരി കമ്മീഷനിലുള്ള അംഗങ്ങളായിട്ടുള്ള ഒരാളാണ് HN കുൻസ്രു. അദ്ദേഹമാണ് സേവാസമിതിയുടെ സ്ഥാപകൻ. അടുത്തത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ ഗോഖലെയാണ്. ശരിയായ പ്രസ്താവനയാണ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പം 2ഉം 3ഉമാണ് ശരിയായ ഉത്തരം. 48ാമത്തെ ചോദ്യം, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടിക ശരിയായ ജോഡി കണ്ടെത്തുക. ഈ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി നേരത്തെ കണ്ടതുപോലെയുള്ള ശരിയായ ജോഡികൾ കണ്ടെത്തിയാൽ മതി. 3 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയം എന്ന് പറയുന്നു. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയത്ത് എന്ന് പറയുന്നു. അടുത്തത് HM ലിമിറ്റഡ് എറണാകുളത്ത് എന്ന് പറയുന്നു. അതുപോലെ മൂന്നാമത്തത് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ്. ഇതിൽ ഏതാണ് ശരിയായത്? അത് തിരുവനന്തപുരം എന്നാണ് തന്നേക്കുന്നത് ക്വസ്റ്റ്യനിൽ. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ് തിരുവനന്തപുരം എന്നാണ് ചോദ്യത്തിൽ തന്നേക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ശരിയായ ജോഡി കണ്ടെത്താനാണ്. ആൻസർ എഴുതിയിട്ടുണ്ടാവും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് എന്ന് പറയുന്നത് കോട്ടയം. ശരിയാണ്. കോട്ടയത്ത് വെള്ളൂരാണ് അതിന്റെ ആസ്ഥാനം. അതുപോലെ തന്നെ HM ലിമിറ്റഡ് എറണാകുളം. ശരിയാണ്. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ് തിരുവനന്തപുരം എന്ന് പറയുന്നു. തെറ്റായ പ്രസ്താവനയാണ്. തിരുവനന്തപുരത്തല്ല, എറണാകുളം അല്ലെങ്കിൽ കൊച്ചിയിലാണ് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. ഇനി 49ാമത്തെ ചോദ്യം, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ തന്നിരിക്കുന്നു. ഇതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഞാൻ 3 ജോഡികളാണ് തന്നേക്കുന്നത്. ഒന്ന് വിശ്വദർശനം G ശങ്കരക്കുറുപ്പ് എന്ന് പറയുന്നു. ശരിയാണോ? നിങ്ങൾ ശരിയാണെങ്കിൽ ശരിയെന്ന് എഴുതുക, തെറ്റാണെങ്കിൽ തെറ്റെന്നിടുക. വിശ്വദർശനം G ശങ്കരക്കുറുപ്പ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിൽപ്പൊതി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അവിൽപ്പൊതി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ശരിയാണെങ്കിൽ ശരിയെന്ന് എഴുതുക, തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യുക. മൂന്നാമത്തത് മുത്തശ്ശി N ബാലാമണിയമ്മ. മുത്തശ്ശി N ബാലാമണിയമ്മ. ഇതിലേതാണ് ശരിയായ ജോഡി? തന്നിരിക്കുന്നതിൽ ഒന്നാമത്തത് വിശ്വദർശനം G ശങ്കരക്കുറുപ്പ് ശരിയായ ജോഡിയാണ്. രണ്ടാമത്തത് അവിൽപ്പൊതി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്നാണ് തന്നേക്കുന്നത്. തെറ്റ് VK ഗോവിന്ദൻ നായരാണ്. VK ഗോവിന്ദൻ നായരാണ്. മൂന്നാമത്തത് മുത്തശ്ശി എന്നാണ് N ബാലാമണിയമ്മ. ശരിയായ പ്രസ്താവനയാണ്. 50ാമത്തെ ചോദ്യം, രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ത്? രാജകീയ രോഗം എന്ന് അറിയപ്പെടുന്നത് എന്ത് എന്നാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. A സ്കർവി, B സാഴ്സ്, C പ്ലേഗ്, D ഹീമോഫീലിയ. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഏതാ? ഹീമോഫീലിയ. ഓപ്ഷൻ D ആണ് ശരി ഉത്തരം. അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ പാർട്ടായിട്ട് കാണുക. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് 50 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ പാർട്ട് ഒരു 50 ക്വസ്റ്റ്യൻ്റെ 2 പാർട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു പാർട്ട് നല്ല രീതിയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തറവായിട്ട് നിങ്ങൾ ആ തെറ്റ് മനസ്സിലാക്കി ശരിയാക്കി പഠിച്ചു വയ്ക്കുക. അടുത്ത 50 ചോദ്യമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടെസ്റ്റ് പേപ്പർ സീരീസ് ആയിട്ട് കാണാം.